ചുമ്മാ ഇരുന്ന് ക്ഷീണിച്ചല്ലേ? നിറച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, വന്നിരുന്ന് കഴിക്ക്. വേണമെങ്കിൽ പോയതാണോ? എവിടെ വരെ പോവാനാ? രാത്രി ഇങ്ങോട്ട് തന്നെ വരും. വൈശാഖിൻ്റെ വീടല്ലേ? ആരാ? ഞാൻ അവൻ്റെ ഒപ്പം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ് ദുബായിലെ. പേര് സുഹിത്ത്. അപ്പോൾ ലീവിന് വന്നപ്പോൾ അവനൊന്ന് കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ച് വന്നതാ. അതിനിത് വൈശാഖിൻ്റെ വീടല്ല, എൻ്റെ ഭർത്താവിൻ്റെ വീടാണ്. വൈശാഖ് ഇവിടെ താമസിക്കുന്നു എന്നേ ഉള്ളൂ. അകത്തേക്ക് വാ, അകത്തിരിക്കാം. ഹസ്ബൻഡൊക്കെ? ബിസിനസ്. വൈശാഖിന് സുഖമല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? വൈശാഖിന് എന്താ ബുദ്ധിമുട്ട്? 4 നേരം ഊണ്, കിടക്കാൻ സ്ഥലം, സുഖജീവിതം. അപ്പോൾ അവൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ? എന്ത് ട്രീറ്റ്മെൻറ്റ്? അപ്പോൾ അവൻ്റെ അസുഖമുള്ള കാര്യം നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ലേ? എന്താ സുഖം? ദുബായിൽ ഞാനും അവനും ഒരുമിച്ച് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് അവൻ തല കറങ്ങി വീഴും. ഞങ്ങളെല്ലാവരും കൂടി അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടറെ ഞങ്ങളെ വിളിപ്പിച്ചു. ഹാർട്ടിനാ പ്രോബ്ലം. വലിയ ജോലികളൊന്നും ചെയ്യാൻ പാടില്ല എന്നും ഭാരങ്ങളൊന്നും തൂക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തിന്? 20 മിനിറ്റ് കൂടുതൽ നടക്കാൻ പോലും അവന് പാടില്ല. ഇതെല്ലാം ഞങ്ങൾ കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവനെ തിരിച്ച് നാട്ടിലേക്ക് പറഞ്ഞേക്കാൻ നോക്കിയതാണ്. അപ്പോഴാണ് അവൻ്റെ പെങ്ങളുടെ കല്യാണവും നിശ്ചയവും എല്ലാം. അവൻ്റെ സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് അവൻ അവിടെ പട്ടിയെ പോലെ പണിയെടുത്തത്. പെങ്ങളുടെ കല്യാണം ഭംഗിയായി നടന്നു എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ നാട്ടിലേക്ക് വന്നേ. ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നിട്ട് നിങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ചേട്ടാ എവിടെ പോയി എന്നാ പറഞ്ഞേ? എന്റെ തലവേദന തരാത്ത എന്ത് പറയാനാ? സ്വന്തം ചേട്ടൻ്റെ നേരെ ഇത്ര നാൾ ക്ഷമിച്ചത് ഇങ്ങനെ എനിക്ക് പറ്റത്തില്ല. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എന്താ ഇവിടെ മിണ്ടാതിരിക്കുന്നത്? ഇതേ നമ്മുടെ അപ്പൻ ഉണ്ടാക്കിയിട്ട് വീടൊന്നുമല്ല, എൻ്റെ കെട്ടിയവൻ്റെ വീടാ. അപ്പൊ കുറച്ചൊക്കെ അങ്ങനെ പറഞ്ഞ കേൾക്കൊക്കെ വേണ്ടി വരും. ഇത് ചുമ്മാ തിന്നാനും കുടിക്കാനും മാത്രമായിട്ടൊരു ജന്മം. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുക, ദുബായിൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്നല്ലേ, അതെന്തിനാ ചേട്ടൻ കളഞ്ഞത്? എന്നാ ഇവിടെ വല്ലതും ചെയ്യാൻ പറഞ്ഞു, അതും ചെയ്യത്തില്ല. മനുഷ്യനെ കഷ്ടപ്പെടുത്താനായിട്ട്. എന്നാ അങ്ങനെ പറഞ്ഞ് വല്ലതും കേൾക്കോ? അതും കേൾക്കത്തില്ല. ഇങ്ങനെയാണെ ചേട്ടൻ്റെ ഇവിടെ നിർത്താൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.